മാങ്ങ. എന്റെ പ്രിയപ്പെട്ട കുട്ടി, അതേ എഴുത്ത്, ഇതവൻ തന്നെ. എന്നാലും എന്റെ പ്രിയപ്പെട്ട കുട്ടി കത്ത് കിട്ടി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ആരാണെന്ന് എന്താ 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 ഇത് പേപ്പർ. അതെനിക്ക് മനസ്സിലായി. എന്താ കാര്യം? ചേച്ചിക്ക് എന്താ ഇവിടെ കാര്യം? ഞാൻ നീ വരുന്നത് കണ്ടിട്ട് പുറകെ വന്നതാ. ഞാൻ വരുന്നത് കണ്ടിട്ട് പുറകെ വന്നതാണ്, അല്ലാതെ വേറൊരു ആവശ്യത്തിനും അല്ല. വേറെന്താ ആവശ്യം? ഇവിടെ ആരെങ്കിലും ബിരിയാണി വെക്കുന്നുണ്ടോ? 1-2 ദിവസത്തിനകം ഞാനൊരു ബിരിയാണി വെക്കുന്നുണ്ട്. ആയിക്കോട്ടെ, ശരി ശരി. പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കണ ആൻറ്റി? ஆமா என்னடா ചുമ്മാ ചോദിച്ചത്. കനാൻറ്റി, കാര്യം ചോദിക്കട്ടാ? கேளு. അന്നേ കനകാന്റിയുടെ പുറകെ ഒരു മാമ നടന്നില്ലായിരുന്നോ? അന്നും പുറകെ നടന്ന് കല്യാണം കഴിച്ചാൽ കൊള്ളാന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോ നമ്മളെല്ലാം അവിടെ ചവിട്ടി ഓടിച്ചില്ലേ? ഓ அந்த ஆளு. ആ അന്താള്. അന്താള് ഇപ്പോഴും പുറകെ നടക്കാറുണ്ടോ? വിജയകുമാർ തന്നെ. പേരൊരു ഓർത്ത് വെച്ചേക്കണോ? ഇല്ലടാ. എന്താ അത് പറഞ്ഞപ്പോ മുഖത്തൊരു സങ്കടം? என்ன வருத்தம்? நான் ஹாப்பி தான். ഹാപ്പി ആയിരിക്കും, ഹാപ്പി ആയിരിക്കും, ഹാപ്പി ആയിരിക്കും. എന്താ അയാൾ റോട്ടിലാക്കാൻ വെച്ച് കണ്ടോ? ഇല്ലില്ല, കണ്ടില്ല. ചിലപ്പോ കാണേണ്ട വരും. അപ്പൊ അങ്ങനെ ആ കാര്യം ഇങ്ങനെ ചോദിച്ചതാ. അതിനൊരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. എന്ത് ചാൻസ്? എന്ത് ചാൻസ്? ഒരു ചാൻസ് അമ്മൂമ്മ വിട്ടുപിടി. ചേടാ, അവന്റെ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അമ്മൂമ്മ മൈൻഡ് ചെയ്യണ്ട, വിട്ടേക്ക്. കനാൻറ്റി പോട്ടെ, ആ പുള്ളി ഇല്ല. അതേപോലെ ആരെങ്കിലും പുറകെ നടപ്പുണ്ടോ? എന്നടാ ഇത്? യാരും ഇല്ല. കടയിൽ പോകുമ്പോ പുറകെ ഇടയ്ക്ക്, അല്ലെങ്കിൽ വന്ന് സംസാരിക്കുമ്പോ ഒരു രീതി സംസാരിക്കുക, അങ്ങനെ ആരെങ്കിലും? ഇല്ലപ്പാ, യാരുമേ ഇല്ല. സങ്കടം നോക്കണേ, മാത്രമായിക്കൊണ്ടിരിക്കില്ലായിരുന്നാ? കണ്ടിന്യൂ കണ്ടിന്യൂ കണ്ടിന്യൂ. യാരും ഇല്ല. കനകാന്റി അല്ല. ചേച്ചി മാങ്ങ കഴിച്ചോണ്ടിരിക്കുക. ഒരു കാര്യം ഉണ്ടായിരുന്നു. ചേച്ചി അന്ന് പെണ്ണ് കാണാൻ വന്ന പുള്ളി എവിടാ? അതപ്പുറത്തെങ്ങനെ ചായ കുടിച്ചോണ്ടിരിക്കണ്ടാവും. ആരത്? സിദ്ധുളി. അച്ചി അളിയല്ലെന്ന്. അന്നേ പെണ്ണ് കാണാനെന്നും പറഞ്ഞുകൊണ്ട് ഒരുത്തം വന്നില്ലായിരുന്ന? മാട്ടേ മുട്ടായിയ മീട്ടു. ആ മേട്ടു. മീട്ടുവിനെ കണ്ടിട്ട് കൊറേ നാളായി. എവിടെയാണാവോ എന്തോ. ഇപ്പൊ ഏതെങ്കിലൊക്കെ വീട്ടിലൊക്കെ പോയി പെണ്ണൊക്കെ കണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. ഉണ്ടാവുമായിരിക്കും. അല്ല, നീ എന്തിനാ ഞങ്ങളുടെ പുറകെ നടന്ന ആൾക്കാരുടെ കണക്കെടുക്കാൻ നിൽക്കുന്നേ? ഒന്നുമല്ലേ ചേച്ചി, ചുമ്മാ ഇങ്ങനെ ചോദിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ചേച്ചി, എനിക്ക് വേറൊരു കാര്യം ചോദിക്കാം. കൊറേ നേരമായില്ല ചോദിക്കാൻ തുടങ്ങിയിട്ട്.
കുറെ ചോദ്യങ്ങളായില്ലേ, ബാക്കി നാളെ. എടാ നിനക്ക് എന്തോ കുഴപ്പം? ഇല്ല അമ്മൂമ്മ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ന് ഇറങ്ങിയതാ. ചേച്ചി, ആ ഷിബുവിനെ വല്ലതും ചേച്ചി കാണാറുണ്ടോ? പിന്നെ ഞാൻ ദിവസം 2 നേരം കാണാറുണ്ട്. ആഹാരത്തിന് മുമ്പോ ആഹാരത്തിന് ശേഷമോ? മോട്ടറക്കല്ലേ? അവനെ ഇനി കാണുമ്പോ എന്നെ ഒന്ന് വിളിക്കാൻ പറയാം. സൗകര്യമില്ല ചേച്ചി, എന്റെ അടുത്ത് ഞാൻ അന്വേഷിച്ചത് കഷ്ടമായില്ലേ ഇത്? മാങ്ങ നിന്നോണ്ടിരിക്കുകയാണ് വവ്വാന്റെ കുഞ്ഞ്. കഴിച്ചോ ചേച്ചി? അമ്മൂമ്മ, എന്താടാ? കെട്ടവനെയും കൊണ്ട് മാറങ്ങോട്ട്. അമ്മൂമ്മ, എന്തുപറ്റി? കൈയൊക്കെ വല്ലാണ്ടായി പോയല്ലോ. പനിയല്ലേ അതാ. പിന്നെ അമ്മൂമ്മയുടെ പുറകെ ആരെങ്കിലും നടപ്പുണ്ടോ? എന്റെ പുറകെ ആര് നടക്കാൻ? അല്ല, ഈ വലിയ അപ്പൂപ്പന്മാരുമല്ലോ. അപ്പൂപ്പനാ? ലൈൻ അടിക്കാൻ വല്ലോ. പോടാപ്പുറത്ത്. ഓ, തൊണ്ട പോലും വയ്യ. എന്നിട്ട് ഉമ്മ നല്ല സൂപ്പർ ആട്ട്. എന്തിനാട്ടി? അത് അവന്റെ ഇൻവെസ്റ്റിഗേഷന് ഭാഗമായിട്ട് കിട്ടിയതാ. സോറി അമ്മൂമ്മ, ഈ ചോദിക്കാൻ പാടില്ല എന്നറിയാം, എന്നാലും ആ ഒരു ഇതിലങ്ങ് ചോദിച്ചു പോയതാണ്, ക്ഷമിക്കണം. പോടാപ്പുറത്ത്. ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമാകുമ്പോ ഇങ്ങനെ പലതും കിട്ടൂലേ. പോട്ടാ, വേണ്ടായിരുന്നു. സിദ്ധുവേ, ചെറുക്കൻ എന്തോ വള്ളി പിടിച്ചിട്ടുണ്ടെന്നാ തോന്നണേ, ഒന്ന് നോക്കിക്കോളേ. ഇവിടെ എന്റെ വള്ളി പിടിച്ചത് തന്നെ നോക്കാൻ എനിക്ക് സമയമില്ല, പിന്നെയാണ് അവന്റെ വള്ളി. ഇപ്പൊ നോക്കിയില്ലെങ്കിലേ ഈ വള്ളി ആന വള്ളിയാവും, പിന്നെ നമുക്ക് ഇരട്ടി പണിയാവും. അതുകൊണ്ട് ഇപ്പൊ നോക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇടപെടാ അല്ലേ?